ഇന്ന് മെയ് മാസം 31-ാം തീയതി. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ അമ്മമാതാവിനോടൊപ്പം വണക്കമാസ പ്രാർത്ഥനയിലൂടെ ദൈവത്തെ അനുഭവിക്കുകയായിരുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുകയായിരുന്നു. ഇന്ന് കത്തോലിക്കാ തിരുസഭ പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിക്കുവാൻ പോയതിൻ്റെ അനുസ്മരണമാണ് കൊണ്ടാടുന്നത്. ഗബ്രിയേൽ മാലാഖയിൽ നിന്നും പരിശുദ്ധ അമ്മയ്ക്ക് മനസ്സിലായി തൻ്റെ ചാർച്ചക്കാരി എലിസബത്ത് ഉദരത്തിൽ സ്നാപക യോഹന്നാനെ ഗർഭം ധരിച്ചിരിക്കുന്നുവെന്ന്. താൻ ദൈവമാതാവാണെന്നുള്ള തിരിച്ചറിവുണ്ടായിട്ടും അതിൻ്റെ ഔന്നത്യമൊന്നും കാണിക്കാതെ ശുശ്രൂഷ മനോഭാവവുമായിട്ട് തിടുക്കത്തിൽ യാത്രയാകുന്ന പരിശുദ്ധ അമ്മയാണ് സുവിശേഷം നമുക്കിന്ന് പരിചയപ്പെടുത്തുന്നത്. പരിശുദ്ധയമ്മയും ഉദരത്തിലുള്ള ദൈവപുത്രനും കൂടെ ആദ്യമായി നടത്തിയ യാത്രയാണ് എലിസബത്തിൻ്റെ ഭവനത്തിലേക്കുള്ള യാത്ര. ആ ഭവനം അനുഗ്രഹീതമാകുന്നുണ്ട്. ഇവരുടെ സാന്നിധ്യം ഉദരത്തിൽ കിടന്നുകൊണ്ട് സ്നാപക യോഹന്നാന് ആനന്ദിക്കുവാനും കാരണമായി. ഇന്ന് സഭ നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. കുദാശകളിലൂടെ നാം ഓരോരുത്തരും ഈശോയെ അനുഭവിച്ചവരും സ്വീകരിച്ചവരുമൊക്കെയാണ്. നമ്മൾ കടന്നു ചെല്ലുന്ന ഭവനങ്ങളിൽ, നാം കണ്ടുമുട്ടുന്നവരിൽ ഈ ആനന്ദം കൈമാറുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? അതോ ചിലപ്പോഴെങ്കിലും ഒരു മറുസാക്ഷ്യമായി, സങ്കടത്തിൻ്റെ കാരണമായി നമ്മുടെ സാന്നിധ്യവും നമ്മുടെ ആശയങ്ങളുമൊക്കെ മാറിപ്പോകുന്നുണ്ടോ എന്ന് ധ്യാനിക്കുവാനായിട്ട് ഈ ദിനം മാറ്റിവെക്കാം. പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകുമ്പോഴാണ് ശുശ്രൂഷ മനോഭാവം നമുക്കുണ്ടാവുക. ആത്മാവിൻ്റെ നിറവ് ലഭ്യമായവർക്ക് പിന്നെ അടങ്ങിയിരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. തിടുക്കത്തിലോടുകയാണ്. ശുശ്രൂഷ മനോഭാവമായി തൻ്റെ ഉള്ളിലുള്ള ദൈവികത കൈമാറുവാനായിട്ട്, അത് ശുശ്രൂഷാ മേഖലയിലൂടെ കൈമാറുവാനായിട്ട് തിടുക്കമുണ്ടാവുന്നുണ്ട്. നമ്മളും ആത്മാവിനെ സ്വീകരിച്ചവരാണ്. നമുക്ക് ഈ തിടുക്കമുണ്ടാവുന്നുണ്ടോ? തിടുക്കമുണ്ടാവുന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ്? സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പക്ഷേ ആവാമായിരിക്കാം. അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ശുശ്രൂഷാ മനോഭാവത്തിൽ ഈ തിടുക്കം കാണിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകുന്നുണ്ടോ എന്നാണ് നമുക്ക് നമ്മോടൊന്ന് ചോദിക്കേണ്ടത്. പരിശുദ്ധ അമ്മ മാതാവിനോടൊപ്പം യാത്ര ചെയ്ത ഈ ദിനങ്ങളൊക്കെ നന്മയുടേത് മാത്രമാവട്ടെ. നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുവാനായിട്ട് ദൈവസന്നിധിയിൽ ഒരു അമ്മയുണ്ടെന്നുള്ള തിരിച്ചറിവോടുകൂടെ നമുക്കിന്നാവാം. പരിശുദ്ധ അമ്മ മാതാവേ, ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് അങ്ങയുടെ സന്നിധിയോട് ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ചുറ്റുവട്ടങ്ങളൊക്കെ ഒരുപാട് സങ്കടത്തിൻ്റെ കണ്ണുനീരിൻ്റെയും ഒക്കെ മേഖലയിലാണ്. അവിടെയെല്ലാം അമ്മ കാനായിൽ ഇടപെട്ടതുപോലെ ഇടപെടണമേ എന്നൊരു പ്രാർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളെ കൈവിടരുത് എന്ന് നമുക്ക് അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. ഈ ദിനത്തിൻ്റെ എല്ലാ മഹനീയതകളും നേരുന്നു. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.